അതിനൊക്കെ അള്ളാഹു റഹ്മാന ഓരോരുത്തർക്കും ഓരോ വാഹനം തരാൻ പഠിക്കുന്ന ദിവസത്തിൽ ഒരു മൂമിൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ബലി അറുക്കുന്നതാണ്. അള്ളാഹു നന്നായി പ്രതിഫലം കൊടുക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. കുല്ലി ശഅറത്തിൻ ഹസന, എല്ലാ രോമത്തിനും. ആ മൃഗത്തിന് എത്ര രോമമുണ്ട്, അതുകൊണ്ട് ചില മഹാന്മാര് പഠിപ്പിച്ച രോമങ്ങൾ കൂടുതലുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എത്ര രോമുണ്ടോ ആ രോമത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും. മഹ്ശറയിൽ എല്ലാരും ബുദ്ധിമുട്ടി ഇങ്ങനെ നടക്കുമ്പോ അവനിക്ക് വാഹനമായിട്ട് അവൻ അർത്ഥത് വരുന്നാണ്. ഏയാൾ കൂടിയാ ഏയാളും പാടെ ഒന്നും ഇരിക്കേണ്ടി വരുമോ എന്നുള്ളത് ചിന്തിക്കണ്ട. അള്ളാഹു വാസിയും റഹ്മാനും റഹീമൊക്കെയാണ്. ഏഴാൾക്കാർ കൂടിയാണ്ട് ഏഴാൾക്കാർ ഇപ്പൊ എങ്ങനെയാ പോത്തുമ്പോ ഇരിക്കുക എന്നുള്ളതിനെ ആലോചിച്ച് കുത്തിരകണ്ടെന്നായി പറഞ്ഞേ. അതിനൊക്കെ അള്ളാഹു റഹ്മാന ഓരോരുത്തർക്കും ഓരോ വാഹനം തരാൻ പഠിച്ചോന്ന് കഴിയൂലേ. എന്തിനാണ് അറക്കേണ്ടത് ഒക്കെ നമുക്കറിയാം. ഒട്ടകം, ആട്, മാട്, ഇതിലെ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ കോയിന് അറക്കാന്ന് പറഞ്ഞ് 10 കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളാരും പെടണ്ട കേട്ടോ. ഇറച്ചിക്ക് കേടുപറ്റുന്ന രൂപത്തിലുള്ള കേടുപാടുകളൊന്നും ഉണ്ടാവരുത്. ചെറിയ കുത്തും പുള്ളിയൊന്നും കുഴപ്പമില്ല, വലിയ കീറലും പൊട്ടലൊന്നും ഇല്ലാത്തതാവണം എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. ഈ കൂടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞ് അവസാനിക്കാം. കൂടിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ദുൽഹിജ്ജ 1 മുതൽ അറുക്കണത് വരെ പിന്നെ നഖം മുടിയൊന്നും വെട്ടാൻ പാടില്ല. അത് കറാഹത്താണ്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നഖം മുടിയൊക്കെ വെട്ടി വെക്കണം എന്നായി പറഞ്ഞു. അതുപോലെ തന്നെ സ്വന്തം കൈ കൊണ്ട് അറുക്കൽ സുന്നത്താണ്. അറുക്കുന്ന ആള് സ്വന്തം കൈ കൊണ്ട് തന്നെ അറുക്കൽ സുന്നത്താണ്. അപ്പൊ ആൾക്കാർ കൂടിയുണ്ട് ഒന്നായിട്ട് കൈ പിടിച്ചാണ്ട് അങ്ങനെ ആകെ പ്രശ്നമാക്കണ്ട. ഒരാളെ ഏൽപ്പിച്ചാലും മതി. കഴിയാത്തവരുണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിക്കണം. അവിടെ അറുക്കുന്നിടത്ത് അവൻ ഒരുമിച്ച് കൂടുതൽ സുന്നത്താണ്. അറുക്കുന്ന സ്ഥലത്ത് അവൻ ഉണ്ടാവല് സുന്നത്താണ്. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നീയത്ത് പ്രധാനപ്പെട്ടതാണ്. നീയത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 7 ആളുകൾക്ക് ഒരു കന്നാണെങ്കിൽ ആ കന്നുമ്പോ അങ്ങനെ അടയാളിട്ടിട്ട് 7 ഭാഗങ്ങളാക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നിച്ച് ആ മൃഗം ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ദുളിഹത്താക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഏതായിരുന്നാലും നീയത്ത് നിർബന്ധമാണ്. ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, നമ്മൾ മറന്നു പോകരുത്. നീയത്ത് വേണം. ഇത് ഇനി മറ്റൊരാളെ ഏൽപ്പിക്കാൻ, ഗൾഫിലുള്ള ആളാണ്, അയാൾ ഇവിടെ ഉള്ള ആളെ ഏൽപ്പിക്കണത് എങ്കിലും നീയത്ത് അയാൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഫുഖാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. നീയത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ആളാവണം. അറുക്കുന്ന ആള് മുസ്ലിം ആവേണ്ടി വരും. അയാളെ നീയത്ത് ഏൽപ്പിക്കാനും പറ്റുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. കാരണം നമ്മൾ വെറുതെ പൈസ കൊടുക്കാണ്ട് അത് വെറുതെ ആയി പോകരുത്. അറുക്കുന്നത് ശരിയാവാം. അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അവിടെ ഒരുമിച്ച് കൂടൽ സുന്നത്താണ്. അറുക്കാത്ത ആളുകൾ ഉണ്ടാവും, ഇതിലൊന്നും പെടാത്ത ആൾക്കാർ, ഇതിലൊക്കെ സഹായിച്ചു കൊടുക്കലും സുന്നത്താണ്. അപ്പൊ ഇതിലൊക്കെ ഇറച്ചിയാക്കാൻ വേണ്ടിയിട്ടും അതിനെ അറുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിച്ചു കൊടുക്കൽ ഇത് അറുക്കാത്ത ആളുകൾക്ക് കൂടി സുന്നത്താണ്.